PT പീരീഡ് ആയി. ലെറ്റ്സ് ഗോ ആൻഡ് ചിൽ മച്ചാ. മച്ചാ വാ. ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇന്ന് PT സാർ വന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മാത്സ് എടുക്കാൻ പോവാ. പരീക്ഷ പെങ്ങെത്തും. ഇങ്ങനെ കളിച്ചു നടന്നാൽ മാത്രം മതിയോ? പോർഷൻസ് എല്ലാം കവർ ചെയ്യണ്ടേ? ഇയാള് പോർഷൻസ് എല്ലാം ഒരു കവറിലാക്കി അപ്പുറത്ത് തോട്ടിൽ കൊണ്ടുപോയി തള്ളു. അനീതിയല്ലേ ഈ കാണിക്കുന്നത്? സത്യം. PT പീരീഡ് എന്ന് പറയുന്നത് നിർബന്ധമായി നമ്മൾ സ്റ്റുഡൻസിന് അവകാശപ്പെട്ടത് തന്നെയാണ്. ആസ് എ സ്റ്റുഡന്റ് ഇറ്റ് ഈസ് ആൻ ആഡഡ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് വി സ്റ്റുഡൻസ് ആർ കംഫർട്ടബിൾ വിത്ത് ദ PT പീരീഡ് ഇഫ് ദേ ആർ കണ്ടീഷൻ ഇൻ എ സർട്ടൻ വേ ഇൻ ദെയർ തോട്ട്സ്. നിലപാട് സിംഗം. ഇതിനെതിരെ നമുക്ക് ശക്തമായി ശബ്ദം ഉയർത്തണം അളിയാ. എന്നാലേ ഈ പോക്കിത്തരം അവസാനിക്കൂ. നമ്മൾ കുറച്ച് വ്യത്യസ്ത ചിന്താഗതിക്കാർ ഇവിടെ ഉണ്ട് എന്ന് അറിയട്ടെ. തീർച്ചയായും. സെയ്റ്റ് അമ്പാടി, കമോൺ സെയ്റ്റ്. സാറേ, ഈ പരിപാടി ഇവിടെ നടക്കില്ല. ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട PT പീരീഡ് ആണ്. സാറ് അന്യായമായി മാത്സ് ക്ലാസ് എടുത്ത് ഞങ്ങൾ വെറുപ്പിക്കുന്നത്. ഇത് ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂ പറഞ്ഞാണ്ടല്ലോ, സാറിന്റെ തൊപ്പി തെറിക്കും. എനിക്ക് അതിനെവിടാ തൊപ്പി? പണി സെയ്റ്റ് അമ്പു, കമോൺ സെയ്റ്റ്. പണി തെറിക്കണ കേസാ. ഞങ്ങളുടെ WWF ഗ്രൂപ്പ് ഇതിനെതിരാണ്. ഞങ്ങൾ ഇത് കംപ്ലൈന്റ് ചെയ്താണ്ടല്ലോ. അതേത് ഗ്രൂപ്പ്? വേൾഡ് വൈൽഡ് ഫയർ ഗ്രൂപ്പ്. ഫയറല്ല പയറ്. വേറെ ആരൊക്കെ ഈ ഗ്രൂപ്പിലുള്ളത്? ഞാനും പിന്നെ അവനും. അങ്ങനെ അവൻ മാത്രം അടങ്ങുന്ന ഒരു കൊടംപുളി ഗ്രൂപ്പാ സാറേ. അപ്പൊ അമ്പാടിക്ക് മാത്രമേ ഞാൻ ക്ലാസ് എടുക്കുന്നതിൽ കുഴപ്പമുള്ളൂ അല്ലേ? വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും എന്ത് കുഴപ്പം? നമ്മൾ സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാനല്ലേ, കളിക്കാനല്ലാലോ. സാറ് ധൈര്യമായിട്ട് എടുക്കും സാറേ. ഞങ്ങളുണ്ട് കട്ട സപ്പോർട്ട്. എടാ മുസാഫിർ തിണ്ടി. വെരി ഗുഡ്. അപ്പൊ അമ്പാടി നീ അച്ഛനെ കൊണ്ടുവന്നിട്ട് ക്ലാസ് കയറിയാൽ മതി കേട്ടോ. ഗെറ്റ് ഔട്ട്. എടാ എരപ്പേ, ഇതാണോ നിന്റെ ചക്കോസ്ലാവാക്കിയാലോ നിലപാട്? മറ്റുള്ളവരെ വയറ്റത്തടിക്കാൻ നിലപാട്, സ്വന്തം വയറ്റിപ്പഴപ്പിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള പെടാപാട്.